എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും അച്ഛനും അമ്മയും കൂടെ ഇരിങ്ങാലക്കുടയ്ക്ക് പോവാണ്. നന്ദഗോവിന്ദം ഭജൻസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഞാൻ കുറേ നാളായിട്ട് മനസ്സിൽ വിചാരിക്കണതാണ് കേട്ടോ. കാരണം ഇവര് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ ഇവരുടെ പാട്ടുകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഇവരുടെ പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഫേസ്ബുക്കിൽ വന്നപ്പോഴായാലും അതിനുശേഷം അവർ തുടങ്ങിയ യൂട്യൂബ് ചാനലിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ ഇവരുടെ പാട്ടുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിനു മുമ്പ് എനിക്കൊരു സാഹചര്യം വേണമെങ്കിൽ പോകാമായിരുന്നൊരു സാഹചര്യമായിരുന്നു എറണാകുളത്തപ്പൻ അമ്പലത്തിൽ ഇവർ വന്നപ്പോൾ. പക്ഷെ അന്ന് എനിക്ക് ഓഫീസിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം പോകാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് പോകാൻ പറ്റി. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാൻ പോവാണ് നന്ദഗോവിന്ദം ഭജൻസ് കേൾക്കാൻ. കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊന്നും സാരമില്ല, പോവാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. 6:30-ക്കാണ് അവിടെ പ്രോഗ്രാം. പക്ഷെ നേരത്തെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കും. അവർ വരുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. 4:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ശരിക്ക് നോക്കി വെക്കണം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അപ്പം ഞങ്ങൾ പോയി പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. എന്നെ അറിയണവർക്ക് ശരിക്കും അറിയാം ഞാൻ നന്ദഗോവിന്ദത്തിനെ എന്തോരം സ്നേഹിക്കാനുണ്ട് എന്നുള്ളത്. കാരണം ആ ഒരു ഭജന ടീമിനെ കേട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഭജന ടീമാണത്. അപ്പം ഞങ്ങൾ പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ആവട്ടെ, കുറച്ച് കാലിന് വയ്യായകളുണ്ട്, എന്നാലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ പൂരത്തിൻ്റെ തിരക്ക്. ടിക്കറ്റ് ഉണ്ടെങ്കിലും ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കുറേ പേര്, എണ്ണാവുന്നതിനധികം പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. എനിക്ക് ശരിക്കും നവീനേട്ടനെയും പ്രേമേച്ചേട്ടനെയും ശ്രീലാലേട്ടനെ ഒരുമിച്ച് കാണുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങളവിടെ ചെന്നിരുന്നു. ഫ്രണ്ടിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല സീറ്റ് എന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. പിന്നെ അവർക്ക് വരാൻ മേളം കാവടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ നല്ല രസമായിരുന്നു. എന്താ പറയുക, അവർ പാടി തുടങ്ങിയപ്പോൾ ഒരു ഡിവിനിറ്റിയാണ് ഉള്ളിൽ. നമ്മുടെ അടുത്തേക്ക് എന്തോ ഒരു എനർജി വരുന്ന പോലെ ഫീൽ ചെയ്യും. അതാണ് നന്ദഗോവിന്ദത്തിനെ മറ്റ് ഭജന ടീമുമായിട്ട് വേർതിരിച്ച് നിർത്തണത്. എന്തുകൊണ്ട് നന്ദഗോവിന്ദൻ എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരവുള്ളൂ, ഉള്ളിലൊരു ഡിവിനിറ്റി തോന്നുക എന്നുള്ളത്. പിന്നെ അതുപോലെ മീരയാണ് ആങ്കറായിട്ടുണ്ടായിരുന്നത്. മീര കോമഡി സ്റ്റാർസൊക്കെ ചെയ്ത മീരയാണ് ആങ്കറായിട്ടുണ്ടായിരുന്നത്. ഗോപാലൻ, വ്യാസൻ്റെയൊക്കെ പ്രഭാഷണം കേൾക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ വലിയ ഡിഗ്നിറ്ററീസ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇടവേള ബാബുചേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ചില സമയത്ത് അവർ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞു വീഡിയോസ് ഒന്നും എടുക്കരുതെന്ന്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർ എടുത്തു തുടങ്ങി. എന്നാലും ഞാൻ ഈ വീഡിയോയുടെ കൂടെ പാട്ട് ഇടുന്നില്ല കേട്ടോ, മ്യൂട്ട് ചെയ്തിടുകയാണ്. ഇനി അവർക്ക് കോപ്പിറൈറ്റ് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അവരാദ്യം തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോപ്പിറൈറ്റ് ഇഷ്യൂ പ്രശ്നം വരരുത്, നിങ്ങൾ വീഡിയോസ് എടുക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. പിന്നെ നമ്മുടെ കൂടെ ഇരിക്കണവർക്കൊക്കെ ഏത് പാട്ടാണ്, അതെങ്ങനെയാണ് പാടാൻ പോണത്, ഏത് പാട്ടായിട്ടാണ് മിക്സ് ചെയ്യാൻ പോണത് എന്നൊക്കെ ഒരു ധാരണയുള്ളവരാണ്. കാരണം അതുപോലെ നന്ദഗോവിന്ദ കേൾക്കണവരതെ. ഈ എൻട്രിയാണ് ഞാൻ മനസ്സിൽ കാണാൻ കാത്തിരുന്നത്. നവീനേട്ടൻ, പ്രവീണേട്ടൻ, ശ്രീലാലേട്ടൻ, ഇവരുടെ 3 പേരുടെയും ട്രയോ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇവർ പാടുമ്പോൾ പുറകിൽ അനിമേഷൻ കൊടുക്കണത് ശരിക്കും അത്രയൊരു